അങ്ങനെ ഒരു വർഷം നീണ്ട ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സെപ്റ്റംബർ 9 തിങ്കളാഴ്ച നടക്കുന്ന ആപ്പിളിൻ്റെ ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, iPhone 16 ലൈനപ്പ്, ആപ്പിൾ വാച്ച് സീരീസ് 10, കാരണം ഇതൊരു 10th ആനിവേഴ്സറിയാണ് ആപ്പിൾ വാച്ചിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം വാച്ച് അൾട്ര ജനറേഷൻ 3, ഒപ്പം എയർപോഡ്സ് 4 ജനറേഷൻ. ഇതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മി മിലൻ, വെൽക്കം ബാക്ക്. സോ ആദ്യം നമുക്ക് വാച്ച് സീരീസ് 10 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ വാച്ച് സീരീസ് 10, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് 10th ആനിവേഴ്സറിയാണ്. ആപ്പിളിൻ്റെ വാച്ച് റിലീസ് ചെയ്യുന്നതിന് ശേഷമുള്ള 10th ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നിലവിലുള്ള ആ ഒരു റെഗുലറായിട്ട് കണ്ടിരുന്ന ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ മോഡലിൽ നിന്ന് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ നമുക്ക് നിലവിൽ ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു ഡിസൈൻ ഉണ്ട് ആപ്പിൾ വാച്ചിൽ. അതാണ് ആപ്പിൾ വാച്ച് അൾട്ര സീരീസ്. സോ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഡിസൈനിലേക്ക് നമ്മുടെ ആപ്പിൾ വാച്ച് നോർമൽ എഡിഷൻ അല്ലെങ്കിൽ വാച്ച് സീരീസ് 10 മാറുന്നു എന്നുള്ള ലീക്സും ഇൻഫർമേഷൻസുമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പം ഇപ്പോൾ ആപ്പിൾ വാച്ച് അൾട്രയിലുള്ള പോലെ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ടോപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെയുള്ള ആപ്പിൾ വാച്ച് സീരീസ് എല്ലാം നോക്കി അറിയാം, അതിനൊരു കേർവിങ്, ആ ഒരു ഡിസ്പ്ലേയും ആ ഒരു ബെസലും തമ്മിൽ ഒരു കേർവിങ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡിസൈൻ ആയിരിക്കും ഈ വർഷം വാച്ച് സീരീസ് 10 ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത് ഇതിൽ വരാൻ പോകുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസിലാണ്. 41 എന്നുള്ളത് 42 മില്ലിമീറ്ററിലേക്കാകുന്നു. അതുപോലെ 45 മില്ലിമീറ്റർ എന്നുള്ളത് 46 മില്ലിമീറ്ററിലേക്ക് മാറുന്നു. അങ്ങനെ ഓവറോൾ ഡിവൈസിൻ്റെ സൈസിലും ഷേപ്പിലും അല്ലെങ്കിൽ ലുക്കിൽ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ് വരുന്നത്. മൂന്നാമത് ഡിസ്പ്ലേ സൈസാണ്. ഏറ്റവും ചെറിയ വാച്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 1.89 ഇഞ്ചസ് ആണ്. അതോടൊപ്പം തന്നെ വാച്ച് സീരീസ് 10 46 മില്ലിമീറ്ററിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 2.4 ഇഞ്ചസ് ആണ്. ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡ് ബെസൽസിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് വലിയ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ലാർജർ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് പറയേണ്ടത് ഇതിൻ്റെ ഇൻ്റർണൽസ് ആണ്. S10 എന്നുള്ള പുതിയ ചിപ്പ് നമ്മൾ കഴിഞ്ഞ 4-5 ജനറേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു S7, S8, S6. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ബെറ്റർ എഫിഷ്യൻറ്റും പെർഫോമൻസും പ്രൊവൈഡ് ചെയ്യുന്നിട്ടുള്ള S10 എന്ന് പറയുന്ന പുതിയ ചിപ്പായിരിക്കും ആപ്പിൾ വാച്ച് സീരീസ് 10 പ്രൊവൈഡ് ചെയ്യുന്ന. ഇതേ സീരീസ് ചിപ്പ് തന്നെ ആയിരിക്കും ആപ്പിൾ വാച്ച് അൾട്രയിലും കൊടുക്കുന്നത്. ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു S10 ചിപ്പ് വരുന്നത് കൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി നമ്മൾ ബോത്ത് സീരീസിലും, സീരീസ് 10 അതോടൊപ്പം അൾട്രയിലും എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. അതോടൊപ്പം പുതിയ സെൻസേഴ്സ്. ഈ പുതിയ സെൻസേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ സ്ലീപ്പ് എപ്നിയ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള പുതിയ സെൻസേഴ്സ്, അതോടൊപ്പം തന്നെ ഹൈപ്പർ ടെൻഷൻ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള സെൻസേഴ്സിൻ്റെ കാര്യം റിപ്പോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സെൻസേഴ്സ് ചിലപ്പം ഹാർഡ്വെയറിൽ പ്രസൻ്റ് ആയിരിക്കാം, പക്ഷേ ആ ഒരു ഫീച്ചർ നമുക്ക് ഇപ്പം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. പക്ഷേ ഈ ഒരു സ്ലീപ്പ് എപ്നിയ അതോടൊപ്പം iOS 18 അല്ല, WatchOS 11 കുറേയധികം പുതിയ ഫീച്ചേഴ്സ്, നമ്മളുടെ വർക്കൗട്ട്, എക്സസൈസ്, അതോടൊപ്പം നമ്മുടെ ഡെയിലി എഫേർട്ട്, സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള പുതിയ കുറേ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഫീച്ചേഴ്സ് ആപ്പിൾ ഇപ്പം WatchOS 11 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മാറ്റം വരാനുള്ളത് നമുക്ക് സ്ട്രാപ്പിലാണ്. നമുക്കൊരു സ്പോർട്സ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് ലൂപ്പുകൾ, ബാൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള. പക്ഷേ ഒരു റഗഡ് എഡിഷൻ ടൈപ്പിലുള്ള എക്സ്ട്രീം ഏത് കണ്ടീഷനിലും കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്ന അങ്ങനത്തെ ഒരു ബാൻഡൊന്നും ആപ്പിൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ ബാൻഡുകളുടെ കാര്യത്തിലും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻസ് ആപ്പിൾ ഈ പ്രാവശ്യം കൊണ്ടുവരും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത് iPhone 16 സീരീസ്. ആദ്യം തന്നെ ഡിസൈനിൽ ചേഞ്ച്. ഒരു 16 സീരീസിൽ ചേഞ്ച് എന്ന് എടുത്ത് പറയാൻ സാധിക്കുന്ന ഡിസൈൻ നമ്മളുടെ ബേസ് മോഡൽ അല്ലെങ്കിൽ ലോവർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള 16 16+ ആയിരിക്കും. കാരണം അത് പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാകുന്നത് ബാക്കിലാണ്. അതിൻ്റെ ക്യാമറ മൊഡ്യൂള് വെർട്ടിക്കലി ആയിരിക്കും, ഹൊറിസോണ്ടലി അല്ല, വെർട്ടിക്കലി ഒരു iPhone 10 10s വന്ന ആ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ പ്രൊട്യൂഡ് ചെയ്ത് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള, എന്നാൽ സെപ്പറേഷനുള്ള ഒരു ഡിസൈനിലായിരിക്കാം ഈ ഒരു നോർമൽ iPhone 16 ഡിസൈൻ ഉണ്ടാകാൻ പോകുന്നത്, ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ. എന്നാൽ പ്രോ മോഡൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം യാതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഇപ്പം എങ്ങനെയാണോ നമുക്ക് 13, 14, 15 എങ്ങനെയാണോ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്, അതേ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ആകെ ഒരു വ്യത്യാസം വരാൻ പോകുന്നത് ഈ മൊഡ്യൂൾ, ക്യാമറ മൊഡ്യൂൾ കുറച്ചും കൂടെ ചിലപ്പം വലുതാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഈ സൈഡ് ബെസൽസിലുണ്ടല്ലോ നമുക്കൊരു പുതിയ ബട്ടൺ, ക്യാപ്ചർ ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ബട്ടണും കൂടെ 4 മോഡൽസിലും, 4 iPhone 16 സീരീസിൻ്റെ മോഡലിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഡെഡിക്കേറ്റഡ് ഫോർ ഫോട്ടോ, വീഡിയോ. പിന്നെ എടുത്ത് പറയേണ്ടത് പ്രോ മോഡൽസിൽ വരുന്ന
ഡിസ്പ്ലേ സൈസിലുണ്ടാകാൻ പോകുന്ന ചേഞ്ചാണ്. 6.1 ഇഞ്ച് എന്നുള്ളതിൽ നിന്ന് 6.3 ഇഞ്ചിലേക്ക് ഡിസ്പ്ലേ സൈസ് മാറുന്നു. അത് പ്രോയുടെ കാര്യത്തിലാണ്. പ്രോ മാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം 6.7 എന്നുള്ളത് 6.9ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഡിസ്പ്ലേയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിലും റീഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിൽ അത് ലോവർ എൻഡ് മോഡൽസിൽ iPhone 16ലും 16 പ്ലസിലും 60 ഹെർട്സ് തന്നെ ആയിരിക്കും. അതൊരു ഡൗൺ സൈഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലം നമ്മൾ അടുത്ത വർഷം iPhone 17ൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സ് അത് വേറെ ആരുമല്ല പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, ഡിസ്പ്ലേ അനലിസ്റ്റ് ആയിട്ടുള്ള റോസ് യാങ് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന iPhone 17 സീരീസ് മുതൽ എല്ലാ മോഡൽസിലും 120 ഹെർട്സ് പ്രൊമോഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രാവശ്യം നമുക്ക് അത് ലഭിക്കത്തില്ല. ഇനി ഇതിൻ്റെ ക്യാമറ, ഐഫോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികാരമാകുന്നത് വീഡിയോ ഫോട്ടോയുടെ കാര്യത്തിലാണ്. ഫോട്ടോയേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും വീഡിയോയ്ക്ക് വേണ്ടിയാണ്. കാരണം അത്ര നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ക്യാമറ. സോ ക്യാമറയിൽ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 4K വീഡിയോ എന്നുള്ളത് മാറി 6K വീഡിയോയിലേക്ക് ആപ്പിൾ ഇത് അപ്സ്കെയിൽ ചെയ്യുന്നു. 6K വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിലെ 2 ലെൻസുകൾ അല്ലെങ്കിൽ സെൻസേഴ്സ് 48 മെഗാ പിക്സൽ ആകുന്നു. അതായത് ഇപ്പം 14ലും 15ലും നമ്മളെ മെയിൻ സെൻസറാണ് 48 മെഗാ പിക്സൽ. എന്നാൽ 16 സീരീസിലേക്ക് വരുമ്പം 2 സെൻസേഴ്സ് നമുക്ക് 48 മെഗാ പിക്സൽ ആകുന്നു. ഒന്ന് അൾട്രാ വൈഡും മറ്റൊന്ന് നമ്മൾ വൈഡും. എന്നാൽ ടെലിഫോട്ടോയുടെ കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിരിക്കത്തില്ല. 12 മെഗാ പിക്സലിൻ്റെ ആ ഒരു ടെലിഫോട്ടോ സെൻസർ തന്നെയായിരിക്കും അല്ലെങ്കിൽ ക്യാമറ തന്നെയായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് 15 പ്രോ മാക്സിലുള്ള ആ ഒരു ടെട്രാപ്രിസം 5x ലെൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ ലെൻസ് അത് 16 പ്രോയിലും 16 പ്രോ മാക്സിലും 2 ഫോണിലേക്കും വരുന്നുണ്ട്. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് അൾട്രാ വൈഡ് സെൻസറിൽ 48 മെഗാ പിക്സൽ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് മാക്രോ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പം ഈ ഒരു 48 മെഗാ പിക്സൽ ആകുമ്പം സൂം ചെയ്താലും അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്താലും നമുക്ക് ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ റെസൊല്യൂഷനിൽ അധികം കുഴപ്പമില്ലാതെ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനിൽ കുറേയധികം ഡീറ്റെയിലും പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് 48 മെഗാ പിക്സൽ സെൻസർ കൊണ്ടുവരുന്നതിൻ്റെ മറ്റൊരു ഗുണം. അതോടൊപ്പം തന്നെ ലോവർ എൻഡ് മോഡൽസിൽ അതിൻ്റെ മെയിൻ ക്യാമറ, അതായത് വൈഡ് ക്യാമറ ഇനി മുതൽ 48 മെഗാ പിക്സൽ ആയിരിക്കും. മറ്റുള്ള അൾട്രാ വൈഡ് 12 മെഗാ പിക്സൽ ആയിരിക്കും. ആൻഡ് ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഫേസിങ്ങിലും നമുക്ക് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് 24 മെഗാ പിക്സലിൻ്റെ പുതിയൊരു സെൻസറായിരിക്കും പ്രോ സീരീസിൽ iPhone 16 പ്രോയിൽ ലഭിക്കുന്ന പുതിയ സെൻസറായിരിക്കും അത്. അതോടൊപ്പം തന്നെ അതിന് ബെറ്റർ ലോ ലൈറ്റ് കേപ്പബിലിറ്റീസ് ആപ്പിൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽസ് A18 4 മോഡൽസിലും നമുക്ക് A18 എന്ന് പറയുന്ന പ്രോസസ്സറായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ വ്യത്യാസം A18 പ്രോ ആയിരിക്കും നമ്മളുടെ iPhone 16 പ്രോയിലും 16 പ്രോ മാക്സിലും ലഭിക്കുന്നത്. പക്ഷേ ഈ 4 മോഡൽസിലും A18 സെൻസർ കൊണ്ടുവരുന്നതിൻ്റെ പുറകിലുള്ള പ്രധാന ഉദ്ദേശം ആപ്പിൾ ഇൻ്റലിജൻസ് AI ഫീച്ചേഴ്സ് എല്ലാ മോഡൽസിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ലോവർ എൻഡ് മോഡൽസ് ഇപ്പോൾ ഈ പറഞ്ഞ 16ലും 16 പ്ലസിലും സെയിം പ്രോസസ്സർ കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സർ കൊടുത്തിട്ട് അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ തെറിയേക്കും. അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം അത് സെയിൽസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ ആ മണ്ടത്തരം കാണിക്കത്തില്ല. 4 മോഡൽസിലും നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ലോവർ എൻഡ് ഡിവൈസുകളിലും നമുക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഹാർഡ്വെയറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്നാൽ സ്റ്റിൽ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് റാമിൻ്റെ കാര്യത്തിലാണ്. റാം ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന നിലവിലെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് മിനിമം 8 GB റാം വേണം. അങ്ങനെ നോക്കുമ്പം 16ലും 16 പ്ലസിലും ആപ്പിൾ 8 GB റാം കൊടുക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. എന്നാൽ 16 പ്രോയിലും 16 പ്രോ മാക്സിലേക്കും വരുമ്പം മിക്കവാറും ആപ്പിൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ അല്ലെങ്കിൽ 2 GB അഡീഷണൽ റാമും കൂടെ കൊടുത്ത് 10 GB മൊത്തത്തിൽ റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കണമല്ലോ പ്രോ സീരീസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കോർ കൗണ്ടുകളിൽ വരുന്ന വ്യത്യാസമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. A18ലും A18 പ്രോയിലും വരാൻ പോകുന്ന ഏറ്റവും വലിയ ടെക്നിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് കോർ കൗണ്ടുകളുടെ കാര്യത്തിലാണ്. അതും ഇൻ്റലിജൻസ്, അതായത് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂറൽ എഞ്ചിനാണ്. സോ ന്യൂറൽ എഞ്ചിൻ്റെ കോർ കൗണ്ടിൽ വ്യത്യാസം തീർച്ചയായിട്ടും ഈ 2 മോഡൽസ് തമ്മിൽ കാണും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് സ്കോറുകളുടെ കാര്യത്തിലും. പിന്നീട് കണക്ടിവിറ്റി Wi-Fi 6 ആണ് ആപ്പിൾ 16ലും 16 പ്ലസിലും കൊടുക്കുന്നത്. അതോടൊപ്പം Wi-Fi 7 ടെക്നോളജിയാണ് 16 പ്രോയിലും 16 പ്രോ മാക്സിലും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ വർഷവും ക്വാൽക്കത്തിൻ്റെ ചിപ്പ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് എപ്പോഴും പറയുന്ന 2 കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഒന്ന് ഹീറ്റിംഗ്. അതുകൊണ്ട് ഈ വർഷം സീരീസ് 16ൽ 4 മോഡൽസിലും ഹീറ്റിങ്ങിനെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ നിലവിലുള്ളതിനേക്കാൾ ബെറ്ററായിട്ട് ഹീറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള
ബെറ്റർ കൂളിംഗ് സിസ്റ്റം ആപ്പിൾ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുള്ള ടെക്നോളജി ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ബാറ്ററി നമുക്കറിയാം ഹീറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഏരിയ ആണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി ഹെൽത്ത് കുറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഒരു ബാറ്ററി ഹീറ്റാണെന്നാണ്. സോ ബാറ്ററിക്ക് ഒരു മെറ്റൽ കേസിങ്ങും ആപ്പിൾ ഈ 4 മോഡൽസിലും കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് മെറ്റൽ കേസിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹീറ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിവൈസിൽ മൊത്തത്തിൽ ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പരാതികൾ അല്ലെങ്കിൽ പ്രോബ്ലത്തിന് ഈ പ്രാവശ്യം എന്തായാലും സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് 16 സീരീസിലേക്ക് വരുമ്പോൾ. പിന്നെ ബാറ്ററി കപ്പാസിറ്റിയാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രമത്തിലായിരിക്കും ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അപ്പം കഴിഞ്ഞ 2 സീരീസിനേക്കാളും 13, 14, 15 സീരീസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും 16 സീരീസിലേക്ക് വരുന്നത്. കാരണം ഈ ഒരു മെറ്റൽ കേസിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ iPhone 16 Pro സീരീസിൽ 16 Proയ്ക്കാണ് എല്ലാ വർഷവും നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കിയോ ഏറ്റവും കുറവ് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ആ വർഷത്തെ പ്രോ സീരീസിൻ്റെ 6.1 ഇഞ്ച് ഡിവൈസ് ആയിരിക്കും. 14 Pro, 13 Pro, 15 Pro ഇതിനെല്ലാം ബാറ്ററി കപ്പാസിറ്റി ആ സീരീസ് ലൈനപ്പിലുള്ള ഏത് ഫോൺ എടുത്ത് നോക്കിയോ ഏറ്റവും കുറവ് ഇതിനായിരിക്കും. എന്നാൽ ഈ വർഷം അങ്ങനെയൊന്നുമല്ല. 16 Proയ്ക്ക് അത്യാവശ്യം നല്ല, അതായത് 10 to 12% ഇൻക്രിമെൻ്റ് ആണ് ബാറ്ററി കപ്പാസിറ്റിയിൽ വരുന്നത്. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. സോ ആ ഒരു പരാതി നമുക്ക് ചാർജ് നിൽക്കുന്നില്ല, ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ മോസ്റ്റ് എവൈറ്റഡ് ഫീച്ചർ ഫാസ്റ്റ് ചാർജിങ്. അത് ആപ്പിൾ ഫൈനലി ഒഫീഷ്യലായിട്ട് അത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇപ്പം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 14-ലും 13-ലും അല്ലെങ്കിൽ 15 സീരീസിലും അപ് ടു 27 വോട്ടാണ് സപ്പോർട്ട് ചെയ്യും 15 Pro Max, അതുപോലെ തന്നെ 14 Proയും 14 Pro Maxും ഒക്കെ. എന്നാൽ 47 വാട്ടിൻ്റെ പുതിയൊരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി അല്ലെങ്കിൽ കേപ്പബിലിറ്റിയാണ്, സപ്പോർട്ടാണ് നമുക്ക് 16 ലൈനപ്പിലേക്ക് വരുമ്പം ലഭിക്കാൻ പോകുന്നത്. സോ 45 വാട്ടിന് അപ് ടു 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ആപ്പിൾ 16 ലൈനപ്പിലേക്ക് കൊണ്ടുവരും. ഇത് ലോവർ എൻഡ് മോഡൽസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിലവിൽ അറിയത്തില്ല. കാരണം അതിൽ വ്യത്യാസം കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് സി നമുക്കറിയാം കഴിഞ്ഞ വർഷം ആപ്പിൾ 16 ലൈനപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം സ്ലോവർ സ്പീഡുള്ള ടൈപ്പ് സി Gen 2 ആയിരുന്നു ആപ്പിൾ 15-ലും 15+ കൊടുത്തിരുന്നത്. എന്നാൽ 15 Pro Maxലും പ്രോയിലും ആപ്പിൾ 3rd generation Gen 3 ആയിരുന്നു കൊടുത്തിരുന്നത്, 3.1 എക്സാക്റ്റ് പറയുവാണെങ്കിൽ. സോ USB Type C 3.1 ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു 3rd generation വന്നാലേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുള്ളൂ. ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത്ര കേപ്പബിൾ ആയിട്ടുള്ള ഒരു USB പോർട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ആ മിസ്റ്റേക്ക് ഈ പ്രാവശ്യം ആപ്പിൾ റിപ്പീറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ 4 മോഡൽസിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി 16 സീരീസിൽ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ 16 പറ്റിയുള്ള വിശേഷങ്ങൾ. ആൻഡ് ഫൈനലി ഈ ഇവൻറ്റിലെ മറ്റ് 2 ഹാർഡ് കോർ പ്രോഡക്റ്റുകളായിരിക്കും. ഒന്ന് iPad mini 7. iPad mini 7ലേക്ക് വരുമ്പം വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആകെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലും, അതായത് A18 പ്രോസസ്സർ ആയിരിക്കാം മിക്കവാറും നമുക്ക് iPad mini 7ൽ ലഭിക്കാൻ പോകുന്നത്. കാരണം 15 ഈ ഒരു iPhone 13 റിലീസ് ചെയ്ത ടൈമിലായിരുന്നു നമുക്ക് iPad mini 6 റിലീസ് ചെയ്തത്. അന്ന് ഇതിലുണ്ടായിരുന്ന സെയിം ചിപ്പ് തന്നെയായിരുന്നു ഇതിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആപ്പിൾ ഇൻ്റലിജൻസ് വർക്കാകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കാകേണ്ടതുകൊണ്ട് തന്നെ iPad mini 7 ജനറേഷനിൽ A18 പ്രോസസ്സർ ആയിരിക്കും. അതോടൊപ്പം ആകെ ഒരു ചേഞ്ച് വരാൻ പോകുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. ഡിസൈനിൽ യാതൊരു ചേഞ്ചിങ് കാണത്തില്ല, ക്യാമറ സെയിം തന്നെ. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ക്യൂട്ടായിരിക്കും ആൻഡ് പവർഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്ര ഹാൻഡി ആയിട്ടുള്ള ഒരു iPad ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്തിട്ടില്ല. കാരണം അത്ര ഹാൻഡിയാണ്, നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ സാധിക്കും. അത്രയ്ക്കും സിമ്പിളാണ്, അത്ര പവർഫുള്ളാണ് സാധനം. ഫൈനലി എയർപോഡ്സ് 4th generation. സോ ഇതൊരു സംഭവം തന്നെയാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് എത്രത്തോളം ഒരു 80% കൺഫേം ആണ്, പക്ഷേ 20% ഡൗട്ട്ഫുൾ ആണ്. കാരണം ഈ ഒരു ഡിസൈനിൽ ആപ്പിൾ 2 രീതിയിലുള്ള എയർപോഡ്സ് 4th generation കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ANC ഉള്ളതും ഇല്ലാത്തതും. ANC എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അത് നമ്മുടെ എയർപോഡ്സ് പ്രോയിലും എയർപോഡ്സ് മാക്സിലുമാണ് നിലവിലുള്ളത്. ഈ ഒരു ഡിസൈൻ പേഴ്സണലി എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രോ പോലും യൂസ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ബഡ് ചിലവരുടെ ചെവിയിൽ വെച്ചാൽ ഇരിക്കത്തില്ല, അത് ചിലവർക്ക് ഡിസ്കംഫേർട്ടുമാണ്. സോ അത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ശബ്ദമൊക്കെ അടഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ANC ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വെച്ചുകൊണ്ട് ഒരു പുതിയ എയർപോഡ്സ് 4th generation ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 മോഡൽസിലുണ്ടാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അത് കൺഫേം ആയിട്ടുള്ള
അങ്ങനെ വരുവാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ANC ഉള്ളതും ഇല്ലാത്തതും നമുക്ക് സോഫ്റ്റ്വെയർ പരമായിട്ട് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് 2 മോഡൽസിലുണ്ടാകുമോ അല്ലെങ്കിൽ കളർ ചേഞ്ചസ് വരുമോ എന്നുള്ള കാര്യം കൺഫേം അല്ല. എനിവേ ANC ഉള്ള ഒരു എയർപോഡ്സ് 4th ജനറേഷൻ ഈ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ തിങ്കളാഴ്ച സെപ്റ്റംബർ 9 നടക്കുന്ന ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ആപ്പിളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അനൗൺസ്മെൻറ്റുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും മാക്സിമം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Until then, peace.